ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സ് ആൻഡ് GSTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഹെഡാണ് രജിസ്ട്രേഷൻ. GST രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സപ്ലയർ അദ്ദേഹം സാധനങ്ങളും സേവനങ്ങളും സപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? GST രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അത് എല്ലാ സപ്ലൈയേഴ്സിനും രജിസ്റ്റർ ചെയ്യണമെന്നൊന്നുമില്ല. അതായത് അവരുടെ ഒരു വർഷത്തിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അവരാണ് എന്ത് ചെയ്യേണ്ടത്? GST രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്. അത്തരം സ്റ്റേറ്റ്സിലൊക്കെ 10 ലക്ഷമുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്, 20 ലക്ഷം രൂപ ക്രൈറ്റീരിയ ഉള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ഉണ്ട്. അവിടെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെയൊക്കെ ഇതിന് മുകളിലുണ്ടെങ്കിൽ തന്നെ 10 ലക്ഷത്തിനും അല്ലെങ്കിൽ 20 ലക്ഷത്തിനും മുകളിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു വർഷത്തിലുണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യണം? GST രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ത്രസ് ഹോൾഡ് ലിമിറ്റ് പറഞ്ഞതാണ് അല്ലേ, ബേസിക് എക്സംഷൻ ലിമിറ്റ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ അത് തന്നെയാണ് സംഗതി. 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം, ഒരു സപ്ലയർ അവരുടെ എന്ത് ചെയ്യണം? GST രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏത് രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന എന്താണ്? ഒരു യുണിക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കിട്ടും അല്ലേ. എന്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അതേപോലെ തന്നെയാണ് രജിസ്ട്രേഷൻ. ഇവിടെയും രജിസ്ട്രേഷൻ മീൻസ് ഒബ്റ്റെയിനിങ് എ യുണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഫ്രം ദി ടാക്സ് അതോറിറ്റി. ടാക്സ് അതോറിറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരു യുണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് എന്തിട്ടും നമുക്ക് കിട്ടും. എ സപ്ലയർ who carry on any business, ഒരു സപ്ലയർ അദ്ദേഹം ഏതെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ അറ്റ് എനി പ്ലേസ്, എവിടെ ആയിക്കോട്ടെ, എനി പ്ലേസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്താണെങ്കിലും ശരി, whose ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് എ മിനിമം ലിമിറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ അഗ്രിഗേറ്റ് ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു മിനിമം ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് കൂടുതലാണെങ്കിൽ, ഈസ് ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട്. അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, ബിസിനസ് GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. വിത്തിൻ 30 days ഫ്രം ദി ബിക്കമിങ് ലയബിൾ ടു പേ ടാക്സ്. എന്നാൽ രജിസ്റ്റർ ചെയ്യേണ്ടത് വിത്തിൻ 30 days ഫ്രം ദി ബിക്കമിങ് ലയബിൾ ടു പേ ടാക്സ്. ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള സമയമായി 30 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 സെൻറ്റൻസ് പറഞ്ഞത്, ഒന്ന് രജിസ്ട്രേഷൻ മീൻസ് ഒബ്റ്റെയിനിങ് എ യുണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഫ്രം ടാക്സ് അതോറിറ്റി. ടാക്സ് അതോറിറ്റിയുടെ കയ്യിൽ നിന്നും യുണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിനെയാണ് പറയാം രജിസ്ട്രേഷൻ പറയാം. എന്നിട്ട് പറയാണ് എ സപ്ലയർ വു ക്യാരി ഓൺ എനി ബിസിനസ്, ഒരു ബിസിനസ് ക്യാരി ചെയ്യുന്ന ഒരു സപ്ലയർ അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, വൂസ് ടോട്ടൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ്സ് എ മിനിമം ലിമിറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിലെ മിനിമം ലിമിറ്റിനേക്കാൾ കൂടുതലാണ് അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്കിൽ, ഈസ് ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ GST ആക്ട് വിത്തിൻ 30 days ഫ്രം ദി ബിക്കമിങ് ലയബിൾ ടു പേ ടാക്സ്. ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനായി എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അവർ GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറയാണ് വിത്തൗട്ട് എ വാലിഡ് രജിസ്ട്രേഷൻ എ സപ്ലയർ കാൻ എയ്തർ കളക്ട് ക്യാഷ് ടാക്സ്. GST രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു സപ്ലയർക്ക് GST കളക്ട് ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഫോർ ദി ഗുഡ്സ് ഓർ സർവീസസ് സപ്ലയർ നോർ അഡ്ജസ്റ്റ് എനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും കഴിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. GST കളക്ട് ചെയ്യണമെങ്കിലും അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ എന്ത് വേണം? GST രജിസ്ട്രേഷൻ വേണം. GST രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് അതോറിറ്റിൻ്റെ കയ്യിൽ നിന്നും യുണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് രജിസ്ട്രേഷൻ ഓഫ് GST അല്ലേ. എന്നിട്ട് പറയാണ് GST രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രസ് ഹോൾഡ് ലിമിറ്റ് അല്ലെങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 ലക്ഷത്തേക്കാൾ കൂടുതലുണ്ടോ ആ സപ്ലയർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 40 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റേറ്റിനാണ്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിന് 10 ലക്ഷം ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് 20 ലക്ഷം രൂപ ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അത്തരം ബിസിനസ്സസ് അത്തരം സ്റ്റേറ്റ്സുകളാണെങ്കിൽ ആ എമൗണ്ടിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? GST
രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ GST രജിസ്ട്രേഷൻ നിങ്ങൾ ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് ഇത്ര കാര്യങ്ങൾ പഠിക്കാം. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബേസിക് ലിമിറ്റിനേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു വർഷത്തിലുണ്ടെങ്കിൽ GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. GST രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാനോ അതല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒരു സ്ഥാപനത്തിന് കഴിയില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ GST ആയിട്ട്. GSTയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുക, എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കൊരു 6 പോയിന്റ് പഠിക്കാണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ലീഗൽ റെക്കഗ്നൈസേഷൻ ആസ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. നിയമപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും അല്ലേ. GST രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും കാര്യങ്ങളും കിട്ടും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഓതറൈസ്ഡ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സപ്ലയറായി മാറും. രണ്ടാമതാണ് ലീഗലി എലിജിബിൾ ടു കളക്ട് ടാക്സ്. നിയമപരമായിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ നമുക്ക് എലിജിബിളായി, കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്താണ് ലീഗൽ കമ്പൽഷൻ ടു കീപ് റിക്വയർഡ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ്. നമ്മുടെ സ്ഥാപനത്തിൽ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യൽ നിർബന്ധമായി, കമ്പൽഷനായി. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നാലാമത്താണ് ഫുൾ ഗെയിൻ കസ്റ്റമർ ട്രസ്റ്റ്. GSTയുടെ ഒരു ബില്ലൊക്കെ കിട്ടുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ സ്ഥാപനത്തേക്കുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മുടെ സാധനം വിൽക്കുന്ന സാധനത്തേക്കാൾ പുറമെയാണ് നമ്മൾ GST. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഫുഡിൻ്റെ എമൗണ്ടിനേക്കാൾ അതിൻ്റെ മുകളിലാണ് GST ചാർജ് ചെയ്യുന്നതെങ്കിൽ ആളുകൾക്ക് വലിയ ട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ വാങ്ങിയ സാധനത്തിൽ തന്നെ GSTയുടെ ഇൻക്ലൂഡ് ആണ്, നമ്മളതിന് എത്ര രൂപ GST അടച്ചു എന്നൊക്കെ അതിൽ നിന്ന് കാണാൻ കഴിയുമെങ്കിൽ ആ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, ആ സ്ഥാപനത്തിനൊരു ട്രസ്റ്റ് ഉണ്ടാവുന്ന. മറ്റൊന്ന് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഗവൺമെൻറ് കോൺട്രാക്റ്റ്. GST രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് കോൺട്രാക്റ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് എലിജിബിൾ ടു അവെയർ ബെനിഫിറ്റ് ആൻഡ് പ്രിവിലേജസ് അണ്ടർ GST ആൻഡ് അതർ ലോസ്. GST ആക്റ്റിലും അതിൽ മറ്റേതിൽ ലോസൊക്കെ ഈ GSTയുമായി ബന്ധപ്പെട്ട ഒരുപാട് ബെനിഫിറ്റുകളും പ്രിവിലേജസ് ഉണ്ടാവും. ആ പ്രിവിലേജസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും അതൊക്കെ നമുക്ക് നേടിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു 6 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബെനിഫിറ്റ് ഓഫ് GST രജിസ്ട്രേഷനിൽ പഠിക്കണം. അതിൽ ഒന്നാമത്തെ പറയുന്നത് ലീഗൽ റെക്കഗ്നീഷനാണ്. നിയമപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സപ്ലറായിട്ട് പരിഗണിക്കപ്പെടും. രണ്ടാമത്തത് നിയമപരമായിട്ട് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള എലിജിബിലിറ്റി. മൂന്നാമത്തത് ലീഗൽ കമ്പൽഷൻ ടു കീപ് റിക്വയർഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എന്ത് ചെയ്യും, കീപ്പ് ചെയ്ത് നിർബന്ധമായി GST രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്ന. അതായത് ഹെൽപ്ഫുൾ ഗെയിൻ കസ്റ്റമർ ട്രസ്റ്റ് അല്ലേ. ആ GSTയുടെ ബില്ലുകൾ കിട്ടുമ്പോൾ കസ്റ്റമേഴ്സിന് എന്തുണ്ടാവും, ഒരു ട്രസ്റ്റ് വരും. മറ്റൊന്ന് എലിജിബിൾ ടു പാർട്ടിസിപ്പേറ്റ് ഗവൺമെൻറ് കോൺട്രാക്ട്. ഗവൺമെൻറ് കോൺട്രാക്റ്റിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. മറ്റൊന്ന് എലിജിബിൾ ടു അവെയർ ബെനിഫിറ്റ് ആൻഡ് പ്രിവിലേജസ് അണ്ടർ GST ആൻഡ് അതർ ലോസ്. GST ലോസിലും മറ്റുള്ള ലോസിലൊക്കെ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സും പ്രിവിലേജസ് ആണോ കിട്ടാനുള്ളത് അവയൊക്കെ എങ്ങനെയെന്ന് മനസ്സിലാക്കാനും അതൊക്കെ നേടിയെടുക്കാനും പറ്റുന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷനിൽ ഈ 3 കാര്യങ്ങൾ പഠിക്കുക. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു ബേസിക് ലിമിറ്റേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ, അത്തരം ബിസിനസ് GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ബെനിഫിറ്റ്സും 6 പോയിന്റ് പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് രജിസ്ട്രേഷൻ ആണ്. 3 തരത്തിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്നാമത്തത് മാൻഡേറ്ററി രജിസ്ട്രേഷൻ, രണ്ടാമത്തത് വോളണ്ടറി രജിസ്ട്രേഷൻ, മൂന്നാമത്തത് രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. മാൻഡേറ്ററി, വോളണ്ടറി, രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 3 കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമതാണ് മാൻഡേറ്ററി വോളണ്ടറി രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഒന്നാമത്തതാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ. മാൻഡേറ്ററി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 ലക്ഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ ചില സ്റ്റേറ്റിൽ 10 ലക്ഷം ലിമിറ്റ് പറയുന്നുണ്ട്, മറ്റുള്ള ചില സ്റ്റേറ്റിൽ 20 ലക്ഷം രൂപ ലിമിറ്റ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും മുകളിലും, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും 40 ലക്ഷത്തിന് മുകളിലും അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, GST നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് തന്നെയാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ. നിർബന്ധപൂർവം ചെയ്യേണ്ട രജിസ്ട്രേഷനാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ ലിമിറ്റിനേക്കാൾ മുകളിൽ അവരുടെ ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ, അഗ്രിഗേറ്റ് ഇൻകം ഉണ്ടെങ്കിൽ അവരാണ് എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. നോക്കിക്കോ, എവരി സപ്ലയർ ഷാൾ ബി ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ഇൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി
where he makes a taxable supply of goods if his aggregate turnover in a financial year exceeds threshold limit of rupees 40 lakh in general or rupees 20 lakh and rupees 10 lakh for special category states. അതായത് ഒരു സപ്ലയർ അയാളെ ബിസിനസ്സിലായി ഒരു ടാക്സബിൾ സപ്ലൈ നടത്തുന്നുണ്ട്. അങ്ങനെ ടാക്സബിൾ സപ്ലൈ നടത്തുന്നത് ഒരു വർഷത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവറോ, ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ 10 ലക്ഷം 20 ലക്ഷം എന്ന് പറയുന്നുണ്ട്, അതിനേക്കാൾ കൂടുതലോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? GST രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർ സർവീസ് പ്രൊവൈഡേഴ്സിനാണെന്നുണ്ടെങ്കിൽ 40 ലക്ഷത്തിന് പകരം അവിടെ 20 ലക്ഷവും 10 ലക്ഷം എന്ന് പറഞ്ഞതിന് പകരം അവിടെ 10 ലക്ഷവുമാണ്. അതായത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ 10 ലക്ഷവും ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിലും 20 ലക്ഷത്തിന് കൂടുതലുള്ള അഗ്രഗേറ്റ് ടേൺ ഓവർ ഒരു വർഷത്തിൽ സർവീസ് പ്രൊവൈഡേഴ്സിനുണ്ടെങ്കിൽ അവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം ജനറലും 10 ലക്ഷം സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുമാണ്. ഇവിടെ 40 പകരം എന്തായി? 20 ആയി. ഓക്കെ, 40 പകരം 20 ആയി, 20 10 പകരം 10 ആയി. അപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സിന് 20 ലക്ഷം 10 ലക്ഷം എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ. നിർബന്ധമായിട്ടും ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതല്ലേ അവിടെ പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 ലക്ഷം, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണ്. 20 ലക്ഷത്തിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റും ഉണ്ട്, 10 ലക്ഷത്തിന് വേറെയും പറയുന്നുണ്ട്. ഇനിയോ സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ 20 ലക്ഷം ജനറലി, ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിനും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിനൊക്കെ 10 ലക്ഷം രൂപയാണ് രജിസ്റ്റർ ചെയ്യേണ്ട ത്രെഷോൾഡ് ലിമിറ്റ്. രണ്ടാമതാണ് വോളണ്ടറി രജിസ്ട്രേഷൻ. സ്വമേധയാ ചെയ്യാം, നിർബന്ധമല്ല. അതായത് 40 ലക്ഷത്തിനേക്കാൾ താഴെയുള്ള ടേൺ ഓവറുള്ള ഒരാൾ, അയാൾക്ക് നിർബന്ധമല്ല, രജിസ്റ്റർ ചെയ്ത് നിർബന്ധമല്ല. അതൊരു സ്മാൾ ബിസിനസ്സാണ് വിചാരിക്കുക, അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? GST രജിസ്റ്റർ ചെയ്യാം, അതിന് കുഴപ്പമില്ല. അവർക്ക് നിർബന്ധമല്ല, പക്ഷെ അവർക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷെ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രജിസ്റ്റർ ചെയ്യേണ്ട, നിർബന്ധപൂർവ്വം രജിസ്റ്റർ ചെയ്യേണ്ട ആളുകളുണ്ടല്ലോ, അതായത് 40 ലക്ഷത്തിനേക്കാൾ മുകളിലുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റും എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അപ്ലിക്കബിൾ ആവുമോ ആ കാര്യങ്ങളൊക്കെ ആർക്കും അപ്ലിക്കബിൾ ആവും? ഈ സ്മാൾ ബിസിനസ്സസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അപ്ലിക്കബിൾ ആവും. അതായത് മറ്റുള്ള ആൾക്ക് മാൻഡേറ്ററി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടുന്ന ആ ബെനിഫിറ്റൊക്കെ ഇവർക്കും കിട്ടും. ബെനിഫിറ്റൊക്കെ സ്മാൾ ബിസിനസ് രജിസ്റ്റർ കഴിഞ്ഞാൽ കിട്ടും. സംഗതി ഇത്തരം വരുന്നുള്ളൂ, നിർബന്ധമല്ല, വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. എവരി ബിസിനസ് ഹാസ് ഫ്രീഡം ടു ഓപ്റ്റ് വോളണ്ടറി രജിസ്ട്രേഷൻ അണ്ടർ GST ഇറസ്പെക്റ്റീവ് ഓഫ് ത്രെഷോൾഡ് ടാക്സ് ലിമിറ്റ്. ത്രെഷോൾഡ് ലിമിറ്റിനേക്കാൾ താഴെയാണെങ്കിൽ പോലും വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാനുള്ള, ഓപ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് എന്നാണ്. ആൾ ദ പ്രൊവിഷൻസ് ഓഫ് GST ആക്ട് അപ്ലിക്കബിൾ ടു ദി രജിസ്ട്രേഡ് പേഴ്സൺ. രജിസ്റ്റർ ചെയ്ത ആൾക്ക് എന്തൊക്കെ ടാക്സ് പ്രൊവിഷൻസ് ഉണ്ടോ ആ പ്രൊവിഷൻസ് ഒക്കെ എന്താണ്? ഷാൾ ബി അപ്ലിക്കബിൾ ആഫ്റ്റർ രജിസ്ട്രേഷൻ. ഒരു സ്മാൾ ബിസിനസ്സസ് എന്ത് ചെയ്തു? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അതെന്തായി? അപ്ലിക്കബിൾ ആവും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ആവും. സ്മാൾ ബിസിനസ്സസ് ഹാവിംഗ് ടേൺ ഓവർ ബിലോ ദ ത്രെഷോൾഡ് ലിമിറ്റ് മേ ആൾസോ വോളണ്ടറി ടു ഓപ്റ്റ് ടു രജിസ്റ്റർ അണ്ടർ GST ആക്ട്. സ്മാൾ ബിസിനസ്സൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? GST രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സംഗതി ഇത്രേ ഉള്ളൂ, നിർബന്ധമല്ല, വളണ്ടറിയാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ രജിസ്റ്റർ ചെയ്താൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ അപ്ലിക്കബിൾ ആണോ അതൊക്കെ ഇവർക്കും അപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ് മാറ്റം. ഓക്കെ, അപ്പോൾ 2 രജിസ്ട്രേഷൻ പറഞ്ഞു, മാൻഡേറ്ററി, അത് നേരെ ഓപ്പോസിറ്റ് വളണ്ടറി. മൂന്നാമത്തെ രജിസ്ട്രേഷനാണ് രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ സോമോട്ടോ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞു മാൻഡേറ്ററി രജിസ്ട്രേഷൻ അല്ലേ, അതായത് ഒരു സപ്ലയർ അദ്ദേഹത്തിന് അയാൾ ബിസിനസ് നടത്തുന്നുണ്ട്, ടാക്സബിൾ സപ്ലൈ നടത്തുന്നുണ്ട്, ഒരു വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ 40 ലക്ഷത്തേക്കാൾ കൂടുതൽ, അതല്ല എങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ 10 ലക്ഷത്തേക്കോ അല്ലെങ്കിൽ 20 ലക്ഷത്തേക്കോളോ കൂടുതലാണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യണം? GST നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടും, അതായത് 40 ലക്ഷത്തേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉണ്ടായിട്ടും ഒരാൾ രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ GSTയുടെ ആരെങ്കിലും GST അതോറിറ്റി ഇൻസ്പെക്ഷന് അല്ലെങ്കിൽ സെർച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് ഇത് മനസ്സിലായി, ഇയാൾ GST രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, പക്ഷെ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടൊരു രജിസ്ട്രേഷൻ കൊടുക്കും. താൽക്കാലികമായിട്ട് രജിസ്ട്രേഷൻ കൊടുക്കുകയും GST അടപ്പിക്കുകയും ചെയ്യും. എന്നിട്ടോ
90 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ നൽകണമെന്നും അവരോട് പറയും. അങ്ങനെ ശരിക്കും മാൻഡേറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ആളാണ്, അദ്ദേഹം രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ ടാക്സ് അതോറിറ്റി അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നതിനെയാണെന്ന് പറയാം രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സംഗതി ഇത്രേ ഉള്ളൂ. 40 ലക്ഷത്തേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഉള്ള ഒരാൾ രജിസ്റ്റർ ചെയ്തില്ല, അയാൾ ശരിക്കും ചെയ്തില്ല എങ്കിൽ അത് GST അതോറിറ്റിക്ക് മനസ്സിലാവുകയാണ് ഇയാൾ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് രജിസ്ട്രേഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയും പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി 90 ദിവസത്തിനുള്ളിൽ ഒരു ആപ്ലിക്കേഷൻ തരണമെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്യും. അതിനെയാണെന്ന് പറയാം രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നോക്കാം, ഇൻ കണക്ഷൻ വിത്ത് എനി സർവേ, ഇൻസ്പെക്ഷൻ ഓർ എൻക്വയറി, എന്തെങ്കിലും എൻക്വയറി അല്ലെങ്കിൽ സർവേ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തിയ സമയത്ത് under the act, the proper officer, GST officer, finds that a person liable to be registered under the act has failed to so such officer may issue registration to said person on temporary basis and issue an order. അതായത് എന്തെങ്കിലും തരത്തിലുള്ള GSTയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർവേ ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ എൻക്വയറി ഒക്കെ നടക്കുന്ന സമയത്ത് GST ഓഫീസർക്ക് മനസ്സിലാകുകയാണ് ഇയാൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്കും രജിസ്റ്റർ ചെയ്യേണ്ട ആളാണ്, അദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. ടെമ്പററി ബേസിൽ ആ വ്യക്തിക്ക് ഒരു രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുകയും എന്നിട്ടോ ഒരു ഓർഡറും അതോടൊപ്പം തന്നെ കൊടുക്കും. The person to whom a temporary registration has been granted to shall submit an application for registration within a period of 90 days from the date of grant of temporary registration. ടെമ്പററി രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെ എന്ത് ചെയ്യണം, 90 ദിവസത്തിനുള്ളിൽ ഒരു പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി ഒരു അപ്ലിക്കേഷന് അതോറിറ്റിക്ക് കൊടുക്കണം എന്നുള്ളതാണ് എന്ത് പറയുന്നത് രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇൻ കണക്ഷൻ വിത്ത് എനി സർവേ ഇൻസ്പെക്ഷൻ ഓർ എൻക്വയറി അണ്ടർ ദി ആക്ട് പ്രോപ്പർ ഓഫീസർ ഫൈൻഡ് ദാറ്റ് എ പേഴ്സൺ ലയബിൾ ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദി ആക്ട് ഹാസ് ഫെയിൽഡ് ടു ഡു സോ. Such officer may issue registration to said person on temporary basis and issue an order. The person to whom a temporary registration has been granted shall submit an application for registration within a period of 90 days from the date of grant of temporary രജിസ്ട്രേഷൻ. ടെമ്പററി രജിസ്ട്രേഷൻ കൊടുത്തതിന് 90 ദിവസത്തിനുള്ളിൽ പെർമനൻ്റ് ആയിട്ട് രജിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഒരു ഓർഡർ ഇറക്കി അയാൾക്ക് താൽക്കാലികമായിട്ടുള്ള രജിസ്ട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് രജിസ്ട്രേഷൻ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് അതല്ലെങ്കിൽ സോമോട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ.